ഇനിയും ഒരുപാട് ദുരൂഹതകൾ നീങ്ങാനുള്ള കേസാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം. ഇനിയും ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും കുടുംബം ആവശ്യപ്പെട്ട CBI അന്വേഷണ ആവശ്യം കോടതി നേരത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സർക്കാർ ശുപാർശ ചെയ്തതുകൊണ്ട് മാത്രം CBI വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അച്യുതൻ, രാഷ്ട്രീയ പ്രേരിതമെന്ന എതിർഭാഗത്ത് നിന്ന് ആരോപണം ഉയരുമ്പോഴും ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ കക്ഷികൾ ആരുമല്ല, അത് നവീൻ ബാബുവിന്റെ കുടുംബമാണ്. മുൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സംശയങ്ങളുമുണ്ട്. പക്ഷേ ഇതേ സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ കുടുംബം പോയത്. അവിടെയാണ് കോടതികൾ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടെടുത്തത്. അന്നത്തെ സർക്കാരിന്റെ നിലപാടും അതിൽ പ്രധാനമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഉത്തരവുകളെ മറികടന്നുകൊണ്ടുകൂടിയാണ് വീണ്ടും ഒരു CBI അന്വേഷണ ശുപാർശ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ CBI എന്ത് ആക്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അസിത, ഒരു കേസ് CBI ഏറ്റെടുക്കുമ്പോൾ അവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ശുപാർശ ചെയ്യണം, ഈ ഒരു കേസ് CBI അന്വേഷിക്കണം എന്നൊരു ഉത്തരവ് ഇടണം. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്താലും ഒരുപാട് കടമ്പകൾ പിന്നീടും കടക്കാനുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ കേന്ദ്ര സർക്കാർ ഈ നടപടികൾ പൂർത്തിയാക്കി ഒരു അനുമതി നൽകണം. അതിനുശേഷം CBI തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ, അവരുടെ അധികാര പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ CBI അന്വേഷിക്കേണ്ട തരത്തിൽ അത്തരമൊരു സ്വഭാവമുള്ള കേസാണോ എന്ന് തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും CBI പൊതുവെ കേസ് ഏറ്റെടുക്കുക. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കേണ്ട ഒരു നിയമപരമായിട്ടുള്ള ബാധ്യത CBI സംബന്ധിച്ചില്ല. മറിച്ച് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണ് ഉത്തരവിടുന്നതെങ്കിൽ ഉടനടി പാലിക്കേണ്ട ഒരു ബാധ്യത CBI സംബന്ധിച്ചുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുമ്പോൾ ഇത്തരം കടമ്പകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ കേസിന്റെ സ്വഭാവം എന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അസാധാരണ സ്വഭാവമുള്ള ഒരു വിഷയമാണോ, അതായത് അന്വേഷണത്തിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, അന്വേഷണം പക്ഷപാതപരമാണോ, അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിൽ ശക്തമായ കാരണങ്ങളുണ്ടോ എന്നുള്ളത്. ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സ്വാഭാവികമായും CBI പോകുമ്പോൾ അതിന്റെയൊക്കെ ഉത്തരം മുൻപ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണല്ലോ CBIയിലേക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിന് അച്യുതൻ പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങൾ ആധാരമാകും. പക്ഷേ ഈ കോടതി വിധികൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതായിരിക്കുമോ പ്രധാന പരിഗണന വരിക? അതൊരു പ്രധാന വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും. കാരണം ഇതിൽ ഹൈക്കോടതി ആയിരുന്നാലും സുപ്രീം കോടതി ആയിരുന്നാലും തീരുമാനമെടുത്തത് ഇത് CBIക്ക് കൈമാറേണ്ട അല്ലെങ്കിൽ CBIയിലേക്ക് ഏൽപ്പിക്കേണ്ട ഒരു സ്വഭാവം ഈ ഒരു കേസിനില്ല എന്നുള്ള തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല, ഒരു പരാമർശത്തിന്റെ പേരിൽ ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായ സാഹചര്യമുണ്ട്. മാത്രമല്ല, CBI അന്വേഷിക്കേണ്ട ഒരു സ്വഭാവം ഇല്ല എന്ന് രണ്ട് കോടതികൾ, പരമോന്നത കോടതിയായ സുപ്രീം കോടതി അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊരു ഘടകമായി വരാം. മാത്രമല്ല, ഇതിൽ കുടുംബത്തിന്റെ പ്രധാന ആരോപണം എന്നുള്ളത് ഇതിലെ പ്രതി പാർട്ടിക്കാരിയാണ്. മാത്രമല്ല, കേസ് അട്ടിമറിക്കപ്പെടാം, ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കപ്പെടാം എന്നതായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ച ഒരു പ്രധാന പോയിന്റ്. പക്ഷേ നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ അധികാരമാറ്റം ഉണ്ടായ സാഹചര്യത്തിൽ ആ ഒരു വാദവും ദുർബലപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുള്ള പല കേസുകൾ, അതിൽ കോട്ടയത്ത് ദളിത് ായിട്ടുള്ള സിബിയുടെ കസ്റ്റഡി മരണം, അത് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുകയും പിന്നീട് 2025 കേന്ദ്ര അനുമതി, 2015 ആ സംഭവം നടക്കുന്നത്. പക്ഷേ 2025 കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുന്നതും CBI ആ അന്വേഷണം ഏറ്റെടുക്കുന്നതും. അപ്പോൾ ചില അപൂർവം കേസുകൾ CBI ഏറ്റെടുത്ത ചരിത്രവുമുണ്ട്. എന്നിരുന്നാലും അതിലെന്താണ് നിലവിൽ ഇപ്പോൾ ഇതിൽ കുടുംബം ഒരു നിവേദനം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനി മന്ത്രിസഭ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്യുകയായിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ആ ശുപാർശയിൽ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ പരിശോധനയ്ക്ക് വിധേയമാവുന്നത്. അതിലെന്തെങ്കിലും ഒരു മെരിറ്റ് ഉണ്ടോ, CBI ഈ കേസ് ഏറ്റെടുക്കാൻ മാത്രം ഒരു മെരിറ്റ് അതിലുണ്ടോ എന്നതൊരു പ്രധാന ഘടകമായി തന്നെ വരും. അതെന്താണെന്നുള്ളതായിരിക്കും ഇതിൽ പൊതുവെ CBI പരിശോധിക്കുക. എന്തായാലും ആ പരിശോധനകളെല്ലാം പൂർത്തിയായി കേസിൽ ഇങ്ങനൊരു അസാധാരണ സ്വഭാവമുണ്ട് എന്ന് CBI തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ അന്വേഷണം CBI ഏറ്റെടുക്കും. ഒപ്പം തന്നെ ഇതിൽ കേസ് ഡയറി, അതുപോലെ തന്നെ മറ്റ് ഇതുവരെ ശേഖരിച്ച തെളിവുകൾ,
കാര്യങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം CBI തേടുകയും തുടർന്ന് CBI തന്നെ ഒരു പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർ തന്നെ ഒരു അന്വേഷണം നടത്തി മറ്റ് കാര്യങ്ങളിലേക്ക് കടന്ന ഒരു ക്ലോഷർ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കുറ്റപത്രമോ സമർപ്പിക്കുകയാണ് സ്വാഭാവികമായും ഈ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ളത്. എന്തായാലും ശരി അച്യുതൻ, എന്തായാലും CBI അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്തു എന്നതുകൊണ്ട് CBI വരില്ല. അച്യുതൻ പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ കടമ്പകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാകുക ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI അന്വേഷണ ആവശ്യം ഒരിക്കൽ തള്ളിയതാണ് എന്നത് തന്നെയാണ്. എന്തായാലും കാത്തിരുന്നു കാണാം CBI ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കുമോ. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അല്പം മുമ്പ് പഴകുളം മധു MLA പറഞ്ഞതുപോലെ PP ദിവ്യയ്ക്ക് അപ്പുറം മറ്റാരുടെങ്കിലും ഒക്കെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലടക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.